തേജോമണ്ഡലമധ്യകം ത്രിനയനം ദിവ്യംബരാലങ്കൃതം ദേവം പുഷ്പശരേഷു ചാപവിലസത്മാണിക്യപാത്രാഭയം ബിഭ്രാണാം കരപങ്കജൈർമദഗജസ്കന്ധാധിരൂഢം വിഭും ശാസ്താരം ശരണം നമാമി സതതം ത്രൈലോക്യസമ്മോഹനം. ശരണമയ്യപ്പ മാതാപിതാ ഗുരുദൈവമേ, ശരണമയ്യപ്പ ശ്രീഭൂതനാഥനേ, ശരണമയ്യപ്പ. എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും നൂറായിരം മണ്ഡല മകരവിളക്ക് മഹോത്സവ ആശംസകൾ. അയ്യപ്പസ്വാമി മണ്ഡലം മകരവിളക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ജീവിതത്തിലെ അമൂല്യങ്ങളിൽ അമൂല്യമായ സമ്പത്തും സന്തോഷവും സംതൃപ്തിയും ജീവിതവുമാണ് അയ്യപ്പസ്വാമി. ഞാനിപ്പോൾ ചൊല്ലിയത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഒരു അയ്യപ്പ ശാസ്ത്ര പൂജ മന്ത്രമാണ്. എൻ്റെ ഇല്ലത്തെ തേവാര മന്ത്രമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻ ശബരിമല അയ്യപ്പസ്വാമിയുടെ മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമാണ് എൻ്റെ അച്ഛൻ. അപ്പം എൻ്റെ ഇല്ലത്തെ തേവാരത്തിലെ ആ അയ്യപ്പ പൂജ മന്ത്രമാണിത്. ഇത് മറ്റ് ശാസ്താക്ഷേത്രങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ്, മണികണ്ഠൻ. മണികണ്ഠൻ വെച്ചാൽ കണ്ഠസ്യ ഭൂഷണം ബ്രഹ്മ ഇതി മണികണ്ഠ. അയ്യപ്പസ്വാമിയുടെ പേരാണ്. അയ്യപ്പസ്വാമിയുടെ കണ്ഠം, പ്രാണൻ എല്ലാം പരബ്രഹ്മമാണ്. അതുപോലെ എൻ്റെ ജീവൻ, എൻ്റെ ജീവാത്മാവ്, പരമാത്മാവ്, മജ്ജ, മാംസം, ഓരോ രോമകൂപവും എല്ലാം അയ്യപ്പനാണ്. ആ ശാസ്താരം ശരണം നമാമി സതതം, ടെമ്പററി അല്ല. എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ്, ഗീത ആചാര്യനാണ്. അദ്ദേഹമാണ് 18-ാം പടിയുടെ മുകളിൽ ആ തത്വമസി മഹാവാക്യം വേദാനാം സാമവേദോസ്മി, ഭഗവാൻ പറയുന്നു, വേദങ്ങളിൽ സാമവേദത്തിൽ ഛാന്തോക്യോപനിഷത്തിലെ തത്വമസി മഹാവാക്യം, കുഞ്ഞെ നീ തേടി നടക്കുന്ന അയ്യപ്പസ്വാമി നിന്റെ അന്തരാത്മാവാണ്, നിന്റെ ജീവനാണ്, നിന്റെ പ്രാണനാണ് എന്ന് പറയുന്ന ആ മന്ത്രം അവിടെ വെപ്പിച്ചത് എൻ്റെ ഗുരുവിൻ്റെ ഗുരുവാണ്. ഏതായാലും അദ്ദേഹം പറയും, സനാതന ഹിന്ദുവിന് അയ്യപ്പസ്വാമി ഒരു സീസണിൽ തെളിക്കാനുള്ള, ഈ നമ്മൾ കളകൾക്ക് തെളിക്കുന്ന കളനാശിനിയല്ല, മറിച്ച് ഇവിടെ ശാസ്താരം ശരണം നമാമി സതതം. സതതം അയ്യപ്പനെ ഉപാസന ചെയ്യേണ്ടത്, ശരണം വിളിക്കേണ്ടത് സതതം, എപ്പോഴും ശരണം വിളിക്കണം. ആരെ? ത്രൈലോക്യ സമ്മോഹനം, 3 ലോകങ്ങളിലെയും സുന്ദര സൗന്ദര്യ മോഹിനി സുതനാണ്, വിശ്വസൗന്ദര്യമാണ് അയ്യപ്പസ്വാമി. നമുക്കറിയാം ആ അയ്യപ്പസ്വാമിയുടെ സൗന്ദര്യം എത്ര പറഞ്ഞാലും മനസ്സിലാക്കുക. സത്യമാ വ്യക്ത യൗവനം, വേറൊരു ധ്യാനത്തിൽ പറയും, സത്യമാ വ്യക്ത യൗവനം, അയ്യപ്പസ്വാമിയുടെ യൗവനം, ആ തുടുത്ത മുഖം, ആ 10-12 വയസ്സായിട്ടുള്ള യൗവനമായിട്ടുള്ള മുഖം, ആ വിഗ്രഹം പൂജിക്കാനുള്ള സൗഭാഗ്യം, ജന്മാന്തരേ ഭവ്യത് പുണ്യം, പുണ്യമായി അയ്യപ്പസ്വാമി
കനിഞ്ഞനുഗ്രഹിച്ച അനുഗ്രഹമാണ് ഓരോ നിമിഷവും നമ്മുടെ ജീവിതം. ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ഭക്തനെ, നിങ്ങൾക്കറിയാം എൻ്റെ അച്ഛൻ അയ്യപ്പ ഭക്തനാണ്, ഗുരുസ്വാമിയാണ്, അതുകൊണ്ടാണ് എനിക്ക് ആ പേരിട്ടത്. ആ ഭക്തനെ കൈപിടിച്ചുയർത്തുന്ന ഒരു രംഗമുണ്ട്. ഓരോ നിമിഷവും അയ്യപ്പസ്വാമി തൻ്റെ അനുഗ്രഹ വർഷത്തിലാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും അയ്യപ്പസ്വാമി മുന്നോട്ട് നയിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് മുന്നേ അന്ന് ഞാൻ കാട്രോണിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ശരണം അയ്യപ്പ. എൻ്റെ ഗുരുസ്ഥാനീയനും എൻ്റെ ആത്മമിത്രവും എൻ്റെ സഹോദരനുമായ വൈക്കം ഇണ്ടന്തുരുത്തി മനയിൽ നീലകണ്ഠൻ നമ്പൂതിരി എന്ന ശിവൻകുട്ടൻ, അദ്ദേഹം മേശാന്തിയായപ്പോഴാണ് ഞാൻ ശബരിമല സന്നിധാനത്തിൽ ആദ്യമായി കയറുന്നത്. അദ്ദേഹത്തിനെ സഹായിക്കാനായിക്കൊണ്ട്, പൂജയ്ക്ക് സഹായിക്കാനായിക്കൊണ്ട് എല്ലാ പൂജയ്ക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം കയറി. ആ അയ്യപ്പസ്വാമിയുടെ വടക്കേ സൈഡ് ഈ കൈവരുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നെയ്യഭിഷേകത്തിൽ നെയ്യ് ഒഴുകി വരുന്ന ഓവ്. ഈ കയ്യിലിങ്ങനെ തടകുക എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അവിടെ ഇങ്ങനെ ഇരുന്ന് ആ പൂജ കഴിയുമ്പോഴേക്കും കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, പൂജ കഴിഞ്ഞ ഉടനെ ഈ തൃപ്പാദങ്ങളിൽ നിന്ന് 2 പൂവെടുത്ത് എൻ്റെ കയ്യിൽ അദ്ദേഹം തരും. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ചതാണ്, ഈ സഹോദരനോട് ഈ പ്രസാദം മേടിക്കുന്നത് പോലെ എൻ്റെ അച്ഛനോടും എനിക്ക് മേടിക്കാൻ സാധിക്കുമോ എന്ന്. ആ ആഗ്രഹമാണ് അയ്യപ്പസ്വാമി എൻ്റെ അച്ഛനെ മേശാന്തിയാക്കി ആ കയ്യിൽ നിന്നും ഒരു ജന്മത്തേക്കും 100 ജന്മത്തേക്കും 100,000 ജന്മത്തേക്കുമുള്ള അനുഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കലിയുഗ വരദനും ഹരിഹര പുത്രനും സേവിപ്പവർക്കാനന്ദമൂർത്തിയും ഭക്തജന പരിപാലകനും സർവോപരി കലിയുഗ പ്രത്യക്ഷമൂർത്തിയുമായ അയ്യപ്പസ്വാമി, ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അത് എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അപ്പോൾ ആ തേജോമണ്ഡല മധ്യഗന്ധൃതേനം ദിവ്യാംബരാലങ്കൃതം ദേവം പുഷ്പശരേഷ് ചാപുവിലസത് മാണിക്യ പാത്രാഭയം ബിഭ്രാണാം കരപങ്കജ് മദഗജ സ്കന്ധാതിരൂഢം വിഭും. മദഗജ സ്കന്ധാതിരൂഢനാണ് അയ്യപ്പൻ. ഈ മദഗജം മറ്റൊന്നുമല്ല, ആധുനിക മനുഷ്യൻ്റെ ഹൃദയമാണ്. ആധുനിക മനുഷ്യൻ ഓരോ അനുനിമിഷവും ആത്മഹത്യയുടെ വക്കിലൂടെയാണ് കടന്നു പോകുന്നത്. മരണഭയത്തിലൂടെയാണ് സർവ്വജീവജാലങ്ങളും, പ്രത്യേകിച്ച് ആധുനിക മനുഷ്യൻ. ആഹാര വിഹാര നിദ്ര മൈഥുനം ശ്രേഷ്ഠജ്ഞാനമധികം നരാണാം. അതാണ് നരനായി മാറുന്നത്. ആഹാരം, ഭക്ഷണം, വിഹാരം, അവിടെ ഇവിടെ നടക്കുക, ആഹാര വിഹാര നിദ്ര, കിടന്നുറങ്ങുക, ഇണചേരുക, മൈഥുനം, ഇതൊക്കെ എല്ലാ ജീവികളുണ്ടും. ഈ ജീവികളിൽ നിന്നും ഒരു അടിമുടി മാറ്റം, അതാണ് നരൻ. എന്താണ്? ശ്രേഷ്ഠജ്ഞാനമധികം നരാണാം. ശ്രേഷ്ഠമായ ജ്ഞാനം എന്താണ്? കലിയുഗത്തിൻ്റെ ധർമ്മം. കലിയുഗത്തിൽ നമ്മളിൽ നിന്നും അന്യമാകുന്ന രക്തബന്ധങ്ങളും സ്നേഹവും ധാർമ്മികതയും തിരിച്ചു പിടിക്കാൻ ഒരു മണ്ഡലം മകരവിളക്ക് മഹോത്സവ വ്രതവിശുദ്ധിയിലൂടെ അട്ടിമുട്ടി ഒരു പരിവർത്തനം. ഇതാണ് ശബരിമല അയ്യപ്പസ്വാമിയുടെ ശബരിമല സന്നിധാനത്തിൻ്റെ വിഷനും മിഷനും. തേഷാ മഹാം സമുദ്ധർത്ത
മൃത്യു സംസാരസാഗര തേഷാമഹം സമുദ്ധർത്ത. അയ്യപ്പസ്വാമി പറയുന്നു, അങ്ങനെയുള്ളവരെ തേഷാമഹം ഞാൻ സമുദ്ധർത്ത, സമസ്ത മേഖലകളിലും ജീവിതത്തെ ഉദ്ധരിക്കും. മൃത്യു സംസാര, മൃത്യുവിൽ നിന്നും, ജീവിതമാകുന്ന ദുഃഖമാകുന്ന ദുരിതമാകുന്ന സമുദ്രത്തിൽ നിന്നും ഞാൻ അവരെ കൈപിടിച്ചുയർത്തുന്നതാണെന്ന്. അപ്പോൾ ശബരിമല സന്നിധാനത്തിൽ നിന്നും അയ്യപ്പസ്വാമി ഇത് പറയുന്നുണ്ടെങ്കിൽ നമുക്കും ഓരോ ഭക്തനും കലിയുഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശത്രുദോഷം, കുടുംബ പ്രശ്നം, ദാമ്പത്യ പ്രശ്നം, അയൽപക്കങ്ങൾ തമ്മിലുള്ള പ്രശ്നം, തൊഴിൽ സംബന്ധമായ പ്രശ്നം, ഇങ്ങനെ സർവ്വജീവിത പ്രശ്നങ്ങളിൽ നിന്നും അയ്യപ്പസ്വാമി നമ്മുടെ കൈപിടിച്ചുയർത്തി ഒരു നല്ല ജീവിതം നമുക്ക് ഓഫർ തരുമ്പോൾ നമ്മൾ എന്തിനത് തട്ടിക്കളയണം? ഇതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ശബരിമല സന്നിധാനത്ത് തന്ത്രി അദ്ദേഹം ബ്രഹ്മമുഹൂർത്തത്തിൽ അതിഗംഭീരമായ അഷ്ടദ്രവ്യ ഗണപതി ഹോമം എല്ലാ ദിവസവും ഉണ്ട്. അവിടെ പോകുന്ന ഓരോ ഭക്തനും അറിയാം ആ ഗണപതി ഹോമത്തിൻ്റെ പരിശുദ്ധി. താഴമൺ തന്ത്രിമാർ ഗണപതി ഉപാസകന്മാരാണ്. അപ്പോൾ അതുപോലെ അയ്യപ്പസ്വാമിയുടെ നല്ലൊരു വഴിപാടാണ് ഗണപതി ഹോമം. അപ്പോൾ ഗണപതി ഹോമത്തിന് ആദ്യമേ ചീട്ടെടുത്ത് തലേദിവസം ചീട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗണപതി ഹോമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും ഇരിക്കാം. ഗണപതി ഹോമത്തിന് ശേഷം പ്രസാദം കിട്ടും. പേസ്റ്റബിൾ പ്രസാദം, കരിപ്രസാദവും കിട്ടും. സ്വീറ്റബിളും ഈറ്റബിളുമായിട്ടുള്ള അഷ്ടദ്രവ്യ പ്രസാദവും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ശബരിമലയിലെത്തുന്ന എല്ലാ ഭക്തന്മാർക്കും അവരുടെ ജീവിതത്തിൻ്റെ സമ്പൂർണതയ്ക്ക്, ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിന് അവരവരുടെ മക്കൾക്ക് ശബരിമലയിൽ ചോറൂണ് അതിഗംഭീരമായ ഒരു വഴിപാടാണ്. എനിക്കൊരു മകളുണ്ട്. അവളിപ്പോൾ ഡോക്ടറാണ്. അവൾക്ക് ശബരിമലയിൽ നിന്നാണ് ചോറ് കൊടുത്തത്. സാക്ഷാൽ കണ്ഠരൊരു രാജീവരൊരു തന്ത്രിയാണ്. അദ്ദേഹവും എൻ്റെ അച്ഛനും കൂടിയിട്ടാണ് മോൾക്ക് ചോറ് കൊടുത്തത്. കാരണം ഇത് കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറയണം. പോകുന്ന ആൾക്കാർക്ക്, സ്ത്രീകൾക്ക്, അമ്മയും കുട്ടികളും എല്ലാവരുമായിട്ട് പമ്പയിൽ പോകാം. പമ്പ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം. കുട്ടീനെയും അച്ഛനെയും കൂടി മലയിലോട്ട് വിട്ടാൽ മതി. രാവിലെ പ്രധാന വഴിപാടുകൾ ഒരു വഴിപാടാണ് അയ്യപ്പസ്വാമിയുടെ ഈ ചോറൂണ്. അതിഗംഭീരമായ ചടങ്ങാണ് അവിടെ. അപ്പോൾ എന്താണ് ഈ ചോറൂണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ 7:30 ഉഷപൂജ. അപ്പോൾ ഉഷപൂജയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പായസമുണ്ട്. നമ്മളിവിടെ പിണ്ടിപിഴിഞ്ഞ പായസം, ചതുശതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു നല്ല പ്രത്യേക കൂട്ടിലുള്ള ഒരു പായസമാണ് ഉഷപ്പായസം എന്ന് പറയും. ആ ഉഷപ്പായസം ഉഷപൂജ കഴിഞ്ഞ ഉടനെ ഉഷപ്പായസവും ഉപ്പും പുളിയും ഈ ഉഷപ്പായസവും ഇത്തിരി നൈവേദ്യ ചോറുമായിട്ട് അവിടെ മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ചോറ് കൊടുക്കാം. ഈ ചോറ് കൊടുക്കുന്ന ഹിന്ദുവിൻ്റെ ഈ ഒരു സംസ്കാരം, അന്നാദ്ഭവന്തി ഭൂതാന പർജന്യാദന്ന സംഭവ, എല്ലാം 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 അന്നത്തിൽ നിന്നാണ്. അന്നം വൈ ബ്രഹ്മ, അന്നം തന്നെയാണ് ബ്രഹ്മം. അന്നം ബ്രഹ്മ രസോ വിഷ്ണു ഭോക്ത ദേവ മഹേശ്വര. അന്നം അന്നം ഏതിൽ ലയിച്ചു ചേരുന്നോ അതാണ് അന്നം. അന്നം വൈ ബ്രഹ്മ, അന്നം തന്നെയാണ് ബ്രഹ്മം. എൻ്റെ അച്ഛൻ കഴിച്ച അന്നം, ചോറ്, സാമ്പാർ, അവിയൽ, പുളിശ്ശേരി മുതലായവ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് ലയിച്ച് ചേർന്ന് പ്രോട്ടീനും മിനറൽസും മെറ്റൽസും ഒക്കെ ആയി അത് സെമനായി, ആ ജീവനായി അദ്ദേഹം ഞാനായി എൻ്റെ അമ്മയുടെ യൂട്രസിൽ എഗ്ഗുമായി സംയോജിച്ച് ഞാൻ വളർന്നു വരുന്നു. അങ്ങനെയുള്ള ആ വ്യക്തിക്ക് അവരുടെ ജീവിതം അന്നമയകോശം. അന്നമയകോശം, ഈ അന്നം വൈ ബ്രഹ്മ, ഈ അന്നം, ഈ അന്നപ്രാശം ചോറൂണ് ശബരിമല സന്നിധാനത്ത് അത്യത്ഭുതമായ ഒരു പ്രധാന വഴിപാടാണ്. അത്
വേദകാലഘട്ടത്തിൽ നമുക്കറിയാം മധുവിദ്യ, വേദങ്ങളിലെ ഏറ്റവും നല്ലൊരു വിദ്യയാണ് മധുവിദ്യ. ആ മധുവിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള തലങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും ജീവിതത്തിൽ ഒരു തരി മധു, ആ മധുവാണ് ജീവിതം ഒരു ദിവസമെങ്കിലും മധുവിധുവായി ആഘോഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ജീവിക്കാൻ ഒരു വ്യക്തിയെ ജീവിക്കാൻ പ്രതീക്ഷകൾ അർപ്പിക്കുന്നത് ഈ മധുവാണ്. ആ മധു സന്തോഷം ജീവിതത്തിൽ ലയിച്ച് ചേരാൻ അയ്യപ്പസ്വാമിയുടെ ഉപാസന കൊണ്ട് സാധിക്കും. ഈ അയ്യപ്പനാണ് ആ മധുവായി, മധുവിദ്യയായി കന്മഷങ്ങൾ തീർത്ത് കലിയുഗത്തിൽ ഓരോ ഭക്തനെയും അവൻ്റെ ജീവിതത്തെ ഉയർത്തുന്നത്. നമുക്കറിയാം അയ്യപ്പസ്വാമിക്ക് ഏറ്റവും രാവിലെ 3:30 മേശാന്തി നട തുറന്നു കഴിഞ്ഞ ഉടൻ തന്നെ തന്ത്രി അദ്ദേഹം അഭിഷേകാദികൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഉടയാട കെട്ടുന്നു, ഒരു ഹാരം അർപ്പിക്കുന്നു, ചന്ദനവും പൂവും നെറ്റിയിൽ ചാർത്തുന്നു. ഉടൻ തന്നെ ആദ്യം തന്നെ ഈ മധുവിദ്യ എന്ന വേദത്തിലെ ഈ സംസ്കൃതിയോട് കൂടിയിട്ടാണ് അയ്യപ്പസ്വാമിക്ക് ഒരു ദിവസം തുടങ്ങുന്നത്. അവിടെ ത്രിമധുര നേദ്യമാണ് ആദ്യം തന്നെ അയ്യപ്പസ്വാമിക്ക്. അപ്പോൾ ത്രിമധുര നേദ്യം, അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം, അതുപോലെ തന്നെ തേനഭിഷേകം മുതലായവ അപ്പം തന്നെ നടക്കുന്നത്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കും ചോറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അംശം വച്ചിട്ട് ആ കുട്ടികൾക്ക് ഈ മധുവിദ്യയുടെ പ്രതീകമായിട്ട് ചോറ് കൊടുക്കുന്നു. ബ്രഹ്മമേധയാ മധുമേധയാ, വേദങ്ങളിലെ ഒരു നല്ല മന്ത്രമാണിത്. ബ്രഹ്മമേധയാ, ഈ കുട്ടിക്ക് ഈ ചോറൂണിലൂടെ ഊർജം ആ കുട്ടിയുടെ ബുദ്ധിയിൽ, ബോധത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകി ആ ബ്രഹ്മസ്വരൂപമായ അയ്യപ്പസ്വാമി മേധാദേവിയായി ബുദ്ധിയിൽ ഉയരട്ടെ. ബ്രഹ്മമേധയാ മധുമേധയാ, ആ കുട്ടിയുടെ ജീവിതം മധുവിധുവായി മാറട്ടെ, മധുരതരമായി മാറട്ടെ. അപ്പോഴോ മേധാദേവി ജുഷമാണാന ആഗാത് വിശ്വാജി ഭദ്ര സ്വമനസ്യമാന. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിനകത്തെ ലോകത്തിലുള്ള എല്ലാ ചിന്തകളും, എല്ലാ നല്ല ചിന്തകളും ഒഴുകി വരികയായി. അപ്പോഴോ മധുമാനോ വനസ്പതി മധുമാൻ അസ്തു. എന്താണ് മധുമാനോ? ഇപ്പൊ കഴിക്കുന്ന ഈ അന്നം അതുപോലെ ജീവിതത്തിൽ എപ്പോഴും മധുരതരമായി മാറട്ടെ ആ കുട്ടിയുടെ ജീവിതം. വനസ്പതി മധുമാൻ അസ്തു. ഏത് ദുഃഖ ദുരിത വനത്തിൽ പെടുമ്പോഴും ജീവിതം മധുരതരമായി തീരട്ടെ. അസ്തു, സമംഗളകരമായി തീരട്ടെ. ഞാനിത് തമാശക്ക് പറയല്ല. ഞാൻ ഈ മന്ത്രം ഇവിടെ പറയാൻ കാരണം നിങ്ങൾക്കറിയാം, ശംഭു വാദ്യാരാണ് എൻ്റെ അച്ഛൻ. ഞങ്ങളൊരു വാദ്യാർ ആചാര്യ കുടുംബത്തിലാണ്. അങ്ങനെ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഈ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് എൻ്റെ മകൾക്ക് ചോറ് കൊടുത്തത് കൊണ്ട് അവളുടെ ബുദ്ധിശക്തിക്കും അവളുടെ ഊർജത്തിനും അവളുടെ നന്മയ്ക്കും അവളുടെ ശരീരത്തിനും ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടായി. 10,000-ലധികം കുട്ടികൾക്ക് എനിക്കെൻ്റെ ഹൃദയത്തിൽ മന്ത്രം ചൊല്ലി ചോറുണ്ണി ആ സന്നിധാനത്ത് ഒരുപാട് കുട്ടികൾക്ക് എനിക്കിത് പകർന്നു നൽകാനും സാധിച്ചു. ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം. ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ചോറൂണ് അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ നിന്നും കൊടുക്കുന്ന കുട്ടികൾക്കും, അത് കൊടുക്കാൻ സൗഭാഗ്യമുണ്ടായ അടിയനെ പോലുള്ള വ്യക്തികൾക്കും എന്തുവരും? ജിഹ്വാമേ മധുമത്തമാം കർണാഭ്യാം ഭൂരി വിശ്രുവം. ജിഹ്വാമേ മധുമത്തമാം. ഈ കുട്ടികളുടെയൊക്കെ നാവിൽ തേനൂറുന്ന വാക്കുകളായിരിക്കും, ഷുഗർ കോട്ടഡ് വേർഡുകളായിരിക്കും. അതിന് നമ്മൾ പറയും, തമാശക്ക് പറയില്ലേ ഗ്രാമങ്ങളൊക്കെ പഞ്ചായരടിയെന്ന്. അതുതന്നെ
പഞ്ചസാര ലായനി പോലെ തേനൂറുന്ന വാക്കുകളായിരിക്കും. അത് ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്നല്ലാതെ പിന്നെ എന്തു പറയാനാണ്? കർണാഭ്യാംബൂരി വിശ്രുവം. അങ്ങനെയുള്ള കുട്ടികൾക്ക് അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ നിന്നും ചോറ് കൊടുക്കുന്ന കുട്ടികൾക്ക്, കഴിക്കുന്ന കുട്ടികൾക്ക്, കൊടുക്കാൻ പറ്റുന്ന രക്ഷിതാക്കൾക്ക്, കാണുന്ന ഭക്തജനങ്ങൾക്ക്, അടിയനെ പോലെയുള്ള സഹശാന്തിമാർക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നവർക്ക് ജിഹ്വാമേ മധുമത്തമ കർണാഭ്യാംഭൂരി വിശ്വം. കാതുകൊണ്ട് നന്മ കേൾക്കാനും ആ കേൾക്കുന്ന നന്മ ചിന്തിക്കാനും നന്മ പറയാനും നന്മ പ്രവർത്തിക്കാനും വസന്തവത് ലോകഹിതം ചരന്തി, ലോകത്തിന് മുഴുവൻ നന്മ മാർഗം പറഞ്ഞു കൊടുക്കാനും ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് കഴിയും. സത്യം പരം ധീമഹീം. 4 വാഴുള്ള ഹൃദയം തൊട്ട് ഞാൻ പറയുകയാണ്. എൻ്റെ അച്ഛൻ സാക്ഷിയാണ്, എൻ്റെ സഹോദരി ഭർത്താവ്, അദ്ദേഹം അവിടെ കീശാന്തിയായിരുന്നു. അപ്പോഴാണ് ഈ ചോറുണ്ണി എനിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത്. ഇതൊക്കെ ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എന്നല്ലാതെ എന്ത് പറയാണ്? അപ്പോൾ അങ്ങനെ അയ്യപ്പസ്വാമിയുടെ തിരുമുന്നിൽ നിന്നും ആ ഉഷപ്പായസം, ആ അരവണ, ആ ത്രിമധുരം, അതുപോലെ തന്നെ ആ തേനഭിഷേകത്തിൻ്റെ ഒക്കെ പ്രസാദം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേദങ്ങൾ പറയുന്നു, വാചാ വദാമി മധുമദ്ഭുയാസം മധു സദൃശം, തേൻകുടങ്ങളായി മാറും എന്നുള്ളതാണ് വേദങ്ങൾ പറയുന്നത്. അപ്പം പണ്ടേ ഗുരുപരമ്പര, ആ ഗുരുപരമ്പരയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം, ആ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതൊക്കെ സാധിക്കുന്നത്. അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെ പ്രധാന വഴിപാടുകളിൽ ഒരു വഴിപാടാണ് ഉദയാസ്തമന പൂജ. 18 പൂജകളാണ് ഒരു ദിവസം അയ്യപ്പസ്വാമിക്ക് നടക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉദയാസ്തമന പൂജ നടക്കുന്നത് ഈ ശബരിമല സന്നിധാനത്തിലാണ്. അങ്ങനെ നമുക്ക് ഇത് പറയുമ്പോഴാണ് എനിക്ക് നന്നായിട്ട് ഒരു ഓർമ്മ വരുന്നത്. നമ്മുടെ ഒരു മേശാന്തി, അദ്ദേഹം ബാലമുരളി എന്നുള്ളതാണ് തന്ത്രവിദ്യാപീഠത്തിലെ അദ്ദേഹം വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന അധ്യാപകനും അവിടുത്തെ വിദ്യാർത്ഥിയും അയ്യപ്പസ്വാമിയുടെ ഒരു നല്ല മേശാന്തിയും എൻ്റെ ഒരു ആത്മമിത്രവും ഒരു നല്ല സഹോദരനുമാണ്. ഒരു ഓണത്തിന് അയ്യപ്പസ്വാമിക്ക് മേശാന്തിയുടെ സദ്യയുണ്ട്. അപ്പോൾ അത് ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ്. ഈ സന്ദർഭത്തിൽ അവിടെ എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പൂജയുടെ മധ്യത്തിങ്കിൽ മേശാന്തി എന്നോട് പറയുകയാണ്, മണികണ്ഠ, എന്താ മേശാന്തി ചേട്ടോ, എല്ലാ വിഭവവും അയ്യപ്പസ്വാമിക്ക് അങ്ങോട്ട് നിവേദിക്കണം അല്ലേ എന്ന്. എൻ്റെ മനസ്സിനകത്ത് എന്തെന്നില്ലാത്ത ഒരു കുളിർമ അനുഭവപ്പെട്ടു. കാരണം ഭഗവാൻ പറയുകയാണ്, യത് കരോഷി യദസ്നാസി യത് ജുഹോഷി യദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം. ഒരു ഭക്തനാണ് ആ മേശാന്തിയുടെ ഹൃദയത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഒരു വലിയ മഹാ വ്യക്തിത്വമാണ്. കാരണം ശാസ്ത്രങ്ങളുടെ പ്രമാണങ്ങളുടെ പശ്ചാത്തലത്തിൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതാണ്. അയ്യപ്പന് സമർപ്പിക്കണം, ഭഗവാന് സർവ്വതും സമർപ്പിക്കണം. അവിടെ ഞാൻ അയ്യപ്പൻ ആ സന്ദർഭത്തെ സമർപ്പിച്ചത് മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശ്യസ്യ സംശയാഹ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അർപ്പിച്ചു. യത് കരോഷി, ഞാൻ എന്താണ് പറയുന്നത് അത് അയ്യപ്പന് സമർപ്പിക്കുന്നു. യത് കരോഷി യത് അശ്നാസി, ഞാൻ എന്താണ് കഴിക്കുന്നത് അത് അയ്യപ്പന് സമർപ്പിക്കുന്നു. ഞാൻ എന്താണ് കേൾക്കുന്നത് അത് അയ്യപ്പന് സമർപ്പിക്കുന്നു. ഞാൻ എന്താണ് ഭുജിക്കുന്നത് അത് അയ്യപ്പന് സമർപ്പിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത് അത് അയ്യപ്പന് സമർപ്പിക്കുന്നത്. സർവം സമർപ്പയാമി. എല്ലാം നമ്മുടെ ജീവിതവും തന്നെ അയ്യപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. കാണിക്ക. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് സർവാഭരണ വിഭൂഷിതനായി അയ്യപ്പസ്വാമിയെ നമുക്ക് ഉച്ചപൂജയ്ക്ക് ദർശനം കിട്ടാൻ സാധിക്കും. അവിടെ ഈ ഉച്ചപൂജാ സന്ദർഭത്തെങ്കിൽ നമ്മൾ അവിടെ നിന്ന് റിസീറ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നല്ലൊരു വഴിപാടാണ്. അങ്കി ചാർത്തൽ എന്നുള്ളൊരു വഴിപാടുണ്ട് അയ്യപ്പസ്വാമിക്ക്. അങ്കി ചാർത്തൽ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ അങ്കി അയ്യപ്പസ്വാമിയെ
ചാർത്തിയിട്ട് നമുക്ക് ദർശനം കിട്ടും. 7 പീസായിട്ടുള്ള ആ അങ്കി അയ്യപ്പസ്വാമിക്ക് വെച്ചുകൊണ്ടാണ് ഉച്ചപൂജയ്ക്ക് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നത്. അപ്പോൾ സർവാഭരണ വിഭൂഷിതനായ ആ അയ്യപ്പസ്വാമി സുന്ദര കുട്ടപ്പനാണ്, അപാര സൗന്ദര്യമാണ്. ഓരോ ഭക്തന്മാർക്കും ആ ഭയമില്ലാത്ത അവസ്ഥയാണ് ഇത്. പിന്നെ വരങ്ങൾ, ആഗ്രഹിക്കുന്ന വരങ്ങൾ ഒഴുക്കി കൊടുക്കുന്നവനാണ് അയ്യപ്പസ്വാമി. കാരണം സർവാഭരണ വിഭൂഷിതനായ ആ അയ്യപ്പ ദർശനം സർവദോഷങ്ങളെയും, ജാതകദോഷങ്ങളെയും, എല്ലാ ശനിദോഷങ്ങളെയും മാറ്റി ആയുരാരോഗ്യ സൗഖ്യം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ പല വിധത്തിലുള്ള 7.5 ശനിയുടെയും ജാതകദോഷങ്ങളും ഒക്കെ നമുക്ക് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. ആ പടിപൂജ ദർശനത്തിൽ 18 മലദേവന്മാർക്ക് കലശവും അലങ്കാര പൂജയും നൈവേദ്യവും എല്ലാ ചടങ്ങോടും കൂടി അയ്യപ്പസ്വാമിക്ക് 18ാം പടിപൂജയുണ്ട്. പടിപൂജ ദർശനത്തിന് ശേഷം നമുക്കെല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഇരുമുടിയായി ആ 18 പടികളും കയറാൻ സാധിക്കും. ആ പടി കയറുന്നതോടുകൂടി ഓരോ ഭക്തനും സ്വാമിയായി മാറുന്നു, ഭഗവാനായി മാറുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശബരിമല ദർശനം. പടിപൂജയ്ക്ക് തൊഴുത വിഗ്രഹത്തെ, പടിപൂജയ്ക്ക് തൊഴുത പടികൾ സ്വന്തം നഗ്നപാദം കൊണ്ട് കയറുകയാണ് നമ്മൾ. 5 പഞ്ചഭൂതാത്മകമായ ശരീരം, പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ പഞ്ചകോശങ്ങൾ, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 18 മലകളെയും കയറുകയാണെന്നുണ്ടെങ്കിൽ ഭക്തവത്സലനായ അയ്യപ്പസ്വാമിയെ തത്വമസി പൊരുളായി നമുക്ക് ദർശനം കിട്ടും. മോഹിനി സുതനാണ്, വിശ്വമോഹനനാണ് അയ്യപ്പസ്വാമി. ആ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു ഇന്ദ്രിയങ്ങൾക്കും സാധിക്കില്ല. കാരണം ഇന്ദ്രിയാതീതമായ ഒരു പ്രതിഭാസമാണ്, ഒരു ചൈതന്യമാണ്, ഒരു അനുഭൂതിയാണ്. മോഹിനി സുതനാണ്. ശ്രീരുദ്രസൂനും ഭജേ, ശ്രീരുദ്രസൂനും ഭജേ. ശ്രീ സർവ ഐശ്വര്യങ്ങളും ഈ പ്രപഞ്ചത്തിന് വിതരണം ചെയ്തതുകൊണ്ട് ലോകത്തിൻ്റെ താഴികക്കുടമായി ശബരിമല സന്നിധാനത്തിൽ അയ്യപ്പസ്വാമി വിഹരിക്കുകയാണ്. അങ്ങനെ ശ്രീ സർവ ഐശ്വര്യങ്ങളും ഇവിടെ തന്നെ നിറഞ്ഞിട്ടാണ് ഈ പ്രപഞ്ചത്തിലേക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ്രാവയതി ഇതി രുദ്രാഹ. സർവ ദുഃഖങ്ങളെയും പ്രതിരോധിക്കുന്ന പരമേശ്വര സുതനാണ്. സർവരുദ്രങ്ങളെയും പ്രതിരോധിക്കുക പറഞ്ഞാൽ ഇവിടെ ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രകാശമുണ്ട്. ദുഃഖത്തെ പ്രതിരോധിച്ച് പറഞ്ഞാൽ ജീവിതം പരമാനന്ദ സംപ്ലുത, പരമസന്തോഷപ്രദമായി നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നു. അങ്ങനെയുള്ള ശ്രീരുദ്രസൂനും ഭജേ. അയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് കളഭാഭിഷേകം. കാരണം മഹാലക്ഷ്മി പറഞ്ഞ സർവലക്ഷണങ്ങളും ഒത്തിട്ടുള്ള മഹാവിഷ്ണുവിനെ സ്വന്തമാക്കിയ മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയുടെ പതിയാണ് മഹാവിഷ്ണു. സർവസമ്പത്തും സർവലക്ഷണങ്ങളും ഒത്തിട്ടുള്ള ആ മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ടു. എന്തിനാണ്? വിശ്വമോഹനനായി അയ്യപ്പ അവതാരം ചെയ്ത് നമ്മുടെയൊക്കെ ജീവിതത്തെ ഉയർത്താൻ, ഓരോ ഭക്തൻ്റെയും ജീവിതത്തെ ഉയർത്താൻ, അവൻ്റെ ജീവിതത്തിലെ സർവസമ്പത്തും സർവ നന്മകളും സർവ അഷ്ട ഐശ്വര്യങ്ങളും കനിഞ്ഞനുഗ്രഹിക്കുന്ന ഭക്തവത്സലനാണ് അയ്യപ്പൻ. ആ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും സർവചരാചരങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ശ്രദ്ധിക്കണം, എല്ലാ ഭക്തന്മാരും ജപിക്കണം, ശരണം വിളിക്കണം, എല്ലാ അമ്മമാരും ജപിക്കണം, എല്ലാ സ്ത്രീകളും ജപിക്കണം, എല്ലാ സഹോദരിമാരും ജപിക്കണം, എല്ലാ പെൺകുട്ടികളും ജപിക്കണം. ജാതി നീതി കുല ഗോത്രദൂരകം രൂപനാമഗുണ ദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയം
ബ്രഹ്മതത്വമസീ ഭാവമാണ് അയ്യപ്പസ്വാമി. അപ്പോൾ ജാതി നോക്കരുത്, മതം നോക്കരുത്, കുലം നോക്കരുത്, ലിംഗം നോക്കരുത്, ദേശം നോക്കരുത്. കാലദേശാവധിഭ്യമായിട്ടുള്ള ഈ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ശരണമയ്യപ്പ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. ഈ അനുഭൂതി, ഈ അദ്വൈതാനുഭൂതി, ഈ അയ്യപ്പസ്വാമി അനുഗ്രഹം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞ് നമ്മുടെ കൂട്ടുകാരികൾക്കും സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം. കാരണം ഈ അയ്യപ്പ അരവണ നാം ഭുജിച്ച് ജീവിതം സന്തോഷപ്രദമായി കൊണ്ടു കിടക്കണം. അതുപോലെ മറ്റുള്ളവരും ഈ സൗഭാഗ്യം അനുഭവിക്കട്ടെ, അതിനു വേണ്ടി ഷെയർ ചെയ്യണം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് സ്വാമി ശരണമയ്യപ്പ.